ഹലോ, അസ്സലാമു അലൈക്കും. മോൾക്കിന്ന് ട്യൂഷനുണ്ട്, 10ാം ക്ലാസ്സാണ്. അപ്പം 3 മണിക്ക് ട്യൂഷനുണ്ട്. അവൾക്ക് ട്യൂഷൻ പോയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ടൊക്കെ ഒന്ന് കയറിയത്. അപ്പം ഇന്ന് എന്താ പറയുക, മീൻകറിയും ഇടിയപ്പവുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മോനും നോമ്പാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു. കുറച്ച് നേരമൊക്കെ കിടന്ന് എണീറ്റിട്ട് വീണ്ടും അവിടെ ബേക്കിൽ വന്നിരുന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈത്തപ്പഴം നോമ്പ് വന്നതിന് ശേഷം ഭയങ്കര പാടാണ് കഴിക്കാൻ വേണ്ടി. കാരണം ബാക്കിയുള്ള എണ്ണപ്പലഹാരവും ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഈത്തപ്പഴം ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ ബോക്സിൻ്റെ അകത്ത് അവിടെ കിടക്കും. അത് കാരണം ഞാൻ വിചാരിച്ചു ഇവർക്ക് നമുക്ക് മൈദയൊക്കെ വെച്ചിട്ടൊരു ഫില്ലിങ് ഉണ്ടാക്കി ക്ലിയർ ചെയ്യുന്നു. ഫില്ലിങ് എന്ന് വെച്ചാൽ ഞാൻ ഫില്ലിങ് ചെയ്തതല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയതിൽ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിയതിൽ ഫില്ലിങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നമ്മൾ വാഴയ്ക്കപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ഞാൻ മാവൊന്ന് പഞ്ചസാരയും സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ട് ഒന്ന് ബാറ്ററിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് അടുപ്പത്ത് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടി, വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്നത്തെ ഫില്ലിങ്, നമ്മൾ ഉന്നക്കായയുടെ ഫില്ലിങ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വേസ്റ്റാക്കി കളയുന്ന എന്തിനാണ്, കാരണം ഇതുപോലെ നമുക്ക് ഫില്ലിങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ അന്നേ ബാക്കിയുള്ളതിന് അങ്ങനെ ചിന്തിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ അകത്ത് ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഞാനിന്ന് ഇതാട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുട്ടികൾ കഴിക്കുകയും ചെയ്തു. കാരണം അത് കഴിക്കുമല്ലോ, അകത്ത് നല്ല തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഒത്തിരി ഇട്ടിരിക്കുന്നത് കൊണ്ട് അവരത് കഴിക്കും ഇഷ്ടമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ തിരക്ക് പിടിച്ച ഭയങ്കര ജോലിയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു. മക്കൾക്ക് തുണിയെടുക്കാൻ പോകണമായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നായിരുന്നു എല്ലാ ഫുഡും. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എളുപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെയുള്ള ഒന്നുമില്ല. അപ്പോൾ മീൻ വറുക്കാനുണ്ടായിരുന്നു, അതിനെ വറുത്ത് വെച്ചതിന് ശേഷം ഞങ്ങളിന്ന് ഇതുകൊണ്ടാണ് ഇന്ന് നോമ്പ് തുറന്നത്. ഇത് ഡ്രിങ്കാണ് കേട്ടോ, നമ്മുടെ ടാങ്ക് പൊടിയാണ്, അത് കലക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളും നല്ല രീതിയിൽ നോമ്പ് തുറന്നു ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.